وبركاته. الحمد لله رب العالمين. والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ഏറ്റവും നല്ലവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ നമ്മുടെ ഒരുമിച്ച് കൂടൽ നല്ലൊരു വിവാദത്തായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അവയെല്ലാം നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വിശ്വാസിയുടെ ആഘോഷ ദിനമാണ് വെള്ളിയാഴ്ച. ധാരാളം നന്മകൾ നേടിയെടുക്കാൻ ഈ വെള്ളിയാഴ്ച നമ്മൾ പരിശ്രമിക്കണം. വെള്ളിയാഴ്ചയിലെ ഒരു സമയത്തെ പ്രാർത്ഥന തീർച്ചയായും ഉത്തരം നൽകപ്പെടുന്ന സമയമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ജുമാക്ക് മുൻപേ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് സമയം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ ബോധപൂർവം നമ്മൾ സമയം കണ്ടെത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനം അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് വിധി നൽകുന്നത്. ഉടമസ്ഥനും അള്ളാഹുവാണ്. മനുഷ്യരായ നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇത് യഥാർത്ഥത്തിൽ അറിഞ്ഞ് സമ്മതിക്കുന്നതോടെ ഒരു മനുഷ്യനിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. അവൻ തന്റെ ഉടമയുടെ മുന്നിൽ തന്റെ തലകുനിക്കുന്നു. ഓരോ ചലനത്തിലും പ്രവൃത്തിയിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവനിലുണ്ടാവും. ആ അള്ളാഹുലാണ് അവന്റെ പ്രതീക്ഷ മുഴുവനും. അള്ളാഹുമായിട്ട് അവൻ അടുക്കുന്നു. വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ തന്നെ അള്ളാഹുവിന് അവൻ സമർപ്പിക്കും. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ തവക്കൽതു അലല്ലാഹ്. എല്ലാ ആവശ്യങ്ങളും അഭിലാഷങ്ങളും അവന്റെ മുന്നിലാണ് അവർ തുറന്നു വെക്കുന്നത്. അള്ളാഹുവോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. അള്ളാഹു ജീവിതത്തിൽ ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതവൻ പാലിക്കും, ജാഗ്രത പുലർത്തും. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് മുത്തഖി, ഖുശൂഉള്ളവൻ, ഇബാദത്ത് ചെയ്യുന്നവൻ, അള്ളാഹുവോടുള്ള ഇതാഅത്ത്, ഇങ്ങനെയുള്ള പദങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ മനുഷ്യരെ കുറിച്ചാണ്. ഈ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ദിക്റുള്ള, അള്ളാഹുവെ ഓർത്ത് ജീവിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് തന്റെ നാഥനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവൻ ഉള്ളവന്റെയും ജീവൻ ഇല്ലാത്തവന്റെയും ഉപമ പോലെയാണ് എന്നാണ്. തന്റെ നാഥൻ സ്മരിക്കപ്പെടുന്ന വീടിന്റെയും സ്മരിക്കപ്പെടാത്ത വീടിന്റെയും ഉദാഹരണം ജീവൻ ഉള്ളതിന്റെയും ജീവൻ ഇല്ലാത്തതിന്റെയും ഉദാഹരണം പോലെയാണ് എന്നും മറ്റൊരു പ്രവാചക വചനം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള മനുഷ്യൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുന്ന വീട്, കുടുംബം. രണ്ട് ഹദീസുകളിലും പറയുന്നത് വ്യക്തിയിലും കുടുംബത്തിലും ദൈവസ്മരണ നിലനിൽക്കണമെന്ന കാര്യമാണ്. അഥവാ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അവനെ കുറിച്ചുള്ള ഭയവും ഉണ്ടാവണം. ഞങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനമാക്കരുത് എന്നും സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾ സജീവമാക്കണമെന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലും നബിവചനങ്ങളിലും ദിക്ർ എന്ന പദം ധാരാളം പ്രാവശ്യം വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുക എന്നത് വലിയ കാര്യമാണ്, മഹത്തായ കാര്യമാണ് എന്ന്
ഖുർആനിലെ 29-ാം അധ്യായം 45-ാം സൂക്തത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള മാധ്യമമായി ദിക്റുള്ളയെ അള്ളാഹു ഖുർആനിലെ 76-ാം അധ്യായം 25, 26 സൂക്തങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. കാലത്തും വൈകുന്നേരവും അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അവനെ ഓർക്കുക എന്നാണ് അർത്ഥം. 5 സമയത്തെ നമസ്കാരത്തെയാണ് ഈ സൂക്തം സൂചിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റെന്തൊക്കെ ആരാധനകൾ ഉണ്ടെങ്കിലും അവയെല്ലാം നിർവഹിക്കേണ്ട സമയം അത് കൃത്യമായി നിർവഹിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ നമുക്കത് കാണാം. സമയത്ത് അത് നിർവഹിച്ചില്ലെങ്കിൽ അത് വലിയ കുറ്റമാണ്. ഒരാൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു അവനെയും ഓർക്കും. നിങ്ങൾ എന്നെ ഓർക്കുക, ഉദ്കുറൂനി അദ്കുറക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. തഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക എന്ന് ഖുർആനിൽ സൂറത്തുൽ ബഖറ 152-ാം സൂക്തത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അബൂ ദർദാന്റെ ഭാര്യ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അള്ളാഹുവിനെ കുറിച്ച സ്മരണക്ക് പരിധിയേയില്ല, അതിന്റെ വൃത്തം വളരെ വിശാലമാണ്. ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോഴും മറ്റു നന്മകൾ ചെയ്യുമ്പോഴും തീർച്ചയായും അള്ളാഹുവിനെ സ്മരിക്കുക തന്നെയാണ്. അപ്രകാരം തന്നെ തിന്മ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നതും ദൈവസ്മരണയുടെ ഫലമാണ്. അതിനാൽ ദൈവസ്മരണ സത്യവിശ്വാസിയുടെ ജീവിതത്തെ സമ്പൂർണമായും ഉൾക്കൊള്ളുന്നു. മുആദ് ബിൻ അനസ് ബിൻ ജുഹനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനത്തിൽ ഒരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്: നബിയെ, മുജാഹിദുകളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലം നേടുന്നവർ ആരാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്. അയാൾ ചോദിച്ചു, നോമ്പുകാരിൽ ഏറ്റവും പ്രതിഫലം നേടുന്നവരാരാണ്? മഹോന്നതനായ അള്ളാഹുവിനെ ഏറ്റവും നന്നായി സ്മരിക്കുന്നവൻ. പിന്നെ അയാൾ നമസ്കാരത്തെയും സക്കാത്തിനെയും ഹജ്ജിനെയും ദാനധർമ്മത്തെയും കുറിച്ച് ചോദിച്ചു. എല്ലാത്തിനും നബി പറഞ്ഞ മറുപടി അവരിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്നവൻ എന്ന് തന്നെയാണ്. ഇത്തരം വാക്കുകളൊക്കെ മുമ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് പലതിനെ കുറിച്ചും എപ്പോഴും ഓർമ്മയുണ്ടാവാറുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകേണ്ടത് അസുഖങ്ങൾ വരുമ്പോഴോ കടം വർദ്ധിക്കുമ്പോഴോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ മാത്രമാണോ? അല്ലല്ലോ. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കുന്നവനായിരിക്കണം ഓരോ സത്യവിശ്വാസി. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയണം. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. സുഖങ്ങളിലും ദുഃഖങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയണം. തിന്മകൾ ചെയ്യാൻ ധാരാളം അവസരം ഉണ്ടാകുമ്പോഴും എന്റെ നാഥൻ എന്നെ കാണുന്നു എന്ന ഓർമ്മ ആ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പ്രേരിപ്പിക്കണം. ഞാൻ ചെയ്യുന്ന നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്നത് സ്വകാര്യമായ നന്മകൾ ചെയ്യാൻ നമ്മളെ സഹായിക്കണം. അള്ളാഹുവിനെ ഓർക്കുന്നവന്റെ ഉപമ ജീവനുള്ളവന്റെ ഉപമയാണ്. അള്ളാഹുവിനെ ഓർക്കാത്തവന്റെ ഉപമ അത് ജീവനില്ലാത്ത ശരീരം പോലെ, ഒരു ജഡം പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം, പ്രതിഫലം. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ജീവിതത്തിൽ സദാ നിലനിർത്തുവാനും ധാരാളം നന്മകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.